അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പരിശുദ്ധമായ പുണ്യമായ റമദാനിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ റമദാൻ ഏകദേശം കാലിമാർ ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ കണ്ടു. ഞാനും കണ്ടു, നമ്മളെ കുടുംബക്കാരൊക്കെ കണ്ടു, നമ്മളെ നാട്ടുകാരൊക്കെ കണ്ടു. ആ ആദ്യ പിറ കണ്ട സന്തോഷം, ഈ സന്തോഷത്തോടു കൂടെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ മാസം നമ്മുടെ നാവ്, നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ ഓരോ അവയവങ്ങളും അള്ളാഹുവിനെ കണ്ടെത്തിക്കാൻ സജ്ജരാവണം. നമ്മളെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണണം, കൈ കൊണ്ട് അള്ളാഹുവിൻ്റെ എന്നപോലെ കൈ കൊണ്ട് കൽബ് കൊണ്ട് എല്ലാം കൊണ്ടും അള്ളാഹുവിനെ നമ്മളിലേക്ക് കണ്ടെത്തിച്ച് നിറഞ്ഞ് സന്തോഷിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാവണം. അപ്പോൾ ഈ മാസത്തിൽ ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. മോശത്തരങ്ങളൊക്കെ ഒഴിവാക്കി മറ്റുള്ളവരെ ഗീബത്തും നമീമത്തും പറയാതെ, ഗീബത്തും നമീമത്തുമുള്ള പ്രസംഗങ്ങൾ കേൾക്കാതെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ആരൊക്കെ ഗീബത്തോ നമീമത്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക. മരിച്ചു പോയവരെ പറ്റിയൊക്കെ നമ്മൾ ഗീബത്ത് പലതും പറഞ്ഞിട്ടുണ്ടാകും. അവരോട് ഇനി പൊരുത്തപ്പെടിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുക, പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ കാരുണ്യവാനായ റബ്ബ് നമുക്ക് പുറത്തു തന്നേക്കാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒന്നിന് 10 ഹസനത്ത് കിട്ടുന്ന ദിനരാത്രങ്ങളാണ് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കടന്നു വന്നത്. അപ്പോൾ 1 രൂപ നമ്മൾ ആർക്കെങ്കിലും അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുത്താൽ അത് 10 ഇരട്ടിയും 10 70 ആയിട്ടൊക്കെ അള്ളാഹ് ഇരട്ടിപ്പിക്കും. അത് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല, ജനങ്ങൾ കാണട്ടെ എന്ന് വേണ്ടിയിട്ടല്ല. നമ്മളെ സ്വത്തിൻ്റെ സക്കാത്ത് അത് ജനങ്ങൾ കാണലോട് കൂടെ കൊടുക്കണം എന്നാണ്. സ്വതക്കകൾ അങ്ങനെയല്ല, പരസ്യമായിട്ടല്ല, അത് രഹസ്യമായിട്ട്. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരറിയാത്ത രൂപത്തിൽ നമ്മളോട് കഴിയുന്ന, നമ്മൾ സാധുക്കളായിരിക്കാം, നമ്മളോട് കഴിയുന്ന സദക്കകൾ നമ്മൾ നൽകുക. നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുക. ചീത്ത കാര്യങ്ങളെ തൊട്ട് നമ്മൾ വെടിഞ്ഞു നിൽക്കുക. മറ്റുള്ളവരെ ഗീബത്തും നമീമത്തും പറയാതെ. ഇപ്പോൾ ഇനി ഈ മാസം നമ്മൾ ഉസ്താദുമാർ തെറി പറയുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ശക്തമായ വിഷമാണ് തിന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഒരാളെയും നമ്മൾ ആക്ഷേപിക്കാതിരിക്കുക. ഉസ്താദുമാരെ തെറി പറഞ്ഞാൽ നമുക്ക് ദുന്യാവിൽ സ്ഥാനമാനങ്ങൾ കിട്ടുള്ളൂ എന്ന് വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ വിഭാഗങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന അവർ നമ്മളെ മുമ്പിലേക്ക് വന്നുകാണ്ട് റമദാനും അല്ലാത്തതും കഴിഞ്ഞു പോയ അനുഭവം നമുക്കുണ്ടല്ലോ, അല്ലാത്തതൊന്നും നോക്കാതെ നമ്മുടെ അടുക്കൽ വന്നുകാണ്ട് അവർ പരിപാടി വെക്കുമ്പം ആ സദസ്സിൽ നിന്ന് കുറേ ദിക്റും സലാത്തൊക്കെ ഒരു ചൊല്ലിയേക്കാം. അതൊക്കെ ഈ വെള്ളത്തിൽ എഴുതിയതുപോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ പരിപാടികളിലേക്ക് നമ്മളൊന്നും പോകാതെ ഉള്ള സമയത്ത് കൂട്ടത്തിലൊരു കാര്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആൻ ഇറങ്ങിയ മാസമാണിത്. ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ 1-ന് 10, 10-ന് 70 എന്നൊക്കെ പറഞ്ഞല്ലോ. അലിഫ് ലാം മീം എന്നോതിയാൽ അലിഫ് ഒരു അർഫൽ, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ഒന്ന് എല്ലമ്പാട് കൂടിയത്. അലിഫ് ഒരർഫാണ്, ലാം ഒരർഫാണ്, മീം ഒരർഫാണ്. ഇതിന് ഓരോന്നും 10 ഇങ്ങനെ ഹസനത്തുകൾ അള്ളാഹ് ഉദ്ദേശിച്ചാൽ അതിൽ കൂടുതൽ ഇങ്ങനെ തരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ധാരാളം ഖുർആൻ ഓതാൻ നമ്മൾക്ക് കഴിയുന്നവരൊക്കെ ഖുർആൻ ഓതുക, ഖത്തമുകൾ തീർക്കുക. എന്നതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് നല്ല നിലക്ക് നമുക്ക് കഴിയുന്ന സദക്ക, പുഞ്ചിരി സദക്കയാണെന്നാണ്, മറ്റുള്ളവരുടെ നിന്നാണ് പുഞ്ചിരിക്കുക. നല്ല നിലയ്ക്ക് നമ്മളെ കുടുംബബന്ധം ചേർക്കുക. വസലനി വസലഹുല്ലാന്ന്, എന്നെ ആരെങ്കിലും ചേർത്താൽ അള്ളാഹ് അവരെ ചേർക്കും എന്ന് പറഞ്ഞാൽ കുടുംബബന്ധത്തിനെ പറ്റിയാണ് പറഞ്ഞത്. കുടുംബബന്ധം ചേർക്കുന്നത് എന്നെ ചേർക്കുന്നതിനാണെന്ന്. അപ്പോൾ കുടുംബബന്ധം ചേർക്കുക. നമ്മളെ കുടുംബത്തിൽപ്പെട്ട കഴിവുള്ള ആളുകൾ കഴിവില്ലാത്ത ആളുകളെ സഹായിക്കുക. അതിന് അവൻ്റെ കഴിവിൻ്റെ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒരു സഹോദരന്
അവനക്ക് പട്ടിണി കടത്തിലും ദാരിദ്ര്യത്തിലും ആകുമ്പം അവനെ നമ്മൾ സഹായിച്ചാൽ 2 പ്രതിഫലമുള്ളത്. ഒന്ന് കുടുംബമെന്ന് ചേർത്ത പ്രതിഫലമുണ്ട്, മറ്റൊന്ന് എന്താണ് അവനെ സഹായിച്ച പ്രതിഫലം വേറുണ്ട്, നമ്മൾ ധർമ്മം ചെയ്ത പ്രതിഫലം വേറുണ്ട്. അതിനേക്കാളൊക്കെ മഹത്തമായതാണ് കുടുംബബന്ധം ചേർക്കൽ. കുടുംബബന്ധം എന്താണ് ചേർക്കുന്നവൻ എന്നെയാണ് ചേർത്തിയതെന്ന് അല്ല പറഞ്ഞത്. ഈ കുടുംബബന്ധം തന്നെയാണ് പറഞ്ഞത്. എന്ത് എന്നെ മം വസലനി വസലവുള്ള മം കത്താനി കത്താവുള്ള, എന്നെ ചേർത്തിയവനെ അള്ള ചേർക്കും, എന്നെ മുറിച്ചവനെ അള്ള മുറിക്കും എന്ന് കുടുംബബന്ധം എഴുന്നേറ്റുന്നാണ് പറഞ്ഞു എന്നോ. അപ്പോൾ ഈ കുടുംബബന്ധത്തിൻ്റെ മഹത്വം വളരെ പ്രധാനമാതാണ്. നമ്മൾ കുടുംബക്കാർ നമുക്കെന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ കുടുംബത്തിൽ ഗുണം ഉണ്ടാകുകയാണെങ്കിൽ അവന് ഇനി ഉണ്ടാകട്ടെ എന്നാണ് വിചാരിക്കേണ്ടത്. എന്നെക്കാൾ മോശമാകട്ടെ എന്ന് ഒരാളും വിചാരിക്കരുത്. കാരണം എന്താണ്, ഈ പറഞ്ഞതിൽ അതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നെ ചേർക്കുന്നവൻ, കുടുംബബന്ധത്തിൽ ചേർക്കുന്നവൻ എന്നെ ചേർത്തുന്നാൽ ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് കിബ്രോ എങ്കിൽ നമ്മളെ അവരെ വീട്ടിലുണ്ടാകുമ്പം അവനെ കിട്ടിയല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് അങ്ങനത്തെ ഒരു തോന്നലുണ്ടാവരുത്. കാരണം എന്താ വെച്ചാൽ അവർ നല്ല ഉന്നതിയിലെത്തിയാൽ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ്, അവൻ്റെ ഭാഗം എനിക്ക് നോക്കേണ്ടില്ലല്ലോ എന്നാണ്. അല്ലെങ്കിൽ അവനെയും സംരക്ഷിക്കേണ്ട എൻ്റെ ബാധ്യത വരുമല്ലോ എന്നുള്ളതൊക്കെ നമ്മളവിടെ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ കാര്യങ്ങളും ഈ വിലപ്പെട്ട സമയങ്ങളും ഓരോ ആയുസിൻ്റെ ഈ വിലപ്പെട്ട സമയങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മൾ പ്രവർത്തിച്ച് ജീവിച്ചെങ്കിൽ ഇവിടെ നിന്ന് ജീവിതം മറിഞ്ഞു പോകുമ്പം ഇല്ലാമൻ അത്തല്ലാബി കൽബിൻ സലീം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, രക്ഷപ്പെട്ട ഹൃദയത്തോടു കൂടെ വരുന്നവൻ അവനാണ് രക്ഷയുള്ളത്. തെളിഞ്ഞ ശുദ്ധമായ സ്ഫടികം പോലെ തെളിഞ്ഞൊരു ഹൃദയം തിന്നിട്ട് അള്ള നമ്മളങ്ങോട്ട് അയച്ചത്, അതുപോലെയാണ് തിരിച്ചു കൊടുക്കാൻ കഴിയണം. അതിന് അള്ള തോഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി ഇൻഷാ അള്ളാഹ് നമുക്ക് പഠനാർഹമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ റമളാനിൽ എന്താണ് സംസാരിക്കുകയുള്ളൂ. ഇൻഷാ അള്ളാഹ് ഈബത്ത് നിമിയത്ത് പോലത്തതിനെ തൊട്ടൊക്കെ അള്ളാഹ് നമ്മൾ കാക്കട്ടെ എന്നും, നമ്മൾ ആരെ പറ്റിയെങ്കിലും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾ ക്ഷമ ചോദിക്കുന്നു. അതുമാത്രമല്ല എല്ലാവരും അവരെ നാവും ശരീരമൊക്കെ സൂക്ഷിക്കണം. അങ്ങനെ എന്ത് ചെയ്യണം, ഈ കൽബ് തെളിഞ്ഞൊരു ഹൃദയം നമുക്ക് ഉണ്ടായിത്തീരണം. അത് ഈ റമളാൻ മാസത്തോടു കൂടെ നമ്മളതിന് സജ്ജരാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.